പാണക്കാട്ടെ തങ്ങളുടെ മുഖത്തു നോക്കി പച്ചക്കള്ളം പറഞ്ഞാണ് ഷൈജിൽ എടപ്പറ്റ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 20 മത്സരിക്കാൻ അവസരം നേടിയതെന്ന് വാർഡിലെ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇ.കെ. ഹബീബ്. അവരെല്ലാം ചേർന്ന് ലീഗിനെ ചില കോൺട്രാക്ടർമാർക്ക് വിറ്റതായും ഇതിനെതിരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം, 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കഴിഞ്ഞ ദിവസം ലീഗ് ഓഫീസിൽ നേതൃത്വം നമ്മളുമായി കണ്ടിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞെങ്കിൽ ഈ ഷൈജിനെ തെരഞ്ഞെടുത്തത് ജില്ലാ നേതൃത്വമാണ്. ജില്ലാ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അണികൾ അതനുസരിക്കും. വരും ദിവസങ്ങളിൽ എല്ലാവരും ഷൈജിന് വേണ്ടി പ്രവർത്തിക്കുന്ന കണക്കൂട്ടിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾ അത് അനുസരിക്കും. അങ്ങനെ നാളെ ഷൈജിനോട് രംഗത്തിറങ്ങും. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്ത് പറയുമ്പോൾ ഒറ്റടിക്ക് അത് എല്ലാം ഫിറ്റായിട്ടാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. അത് അവർ പറയുന്നിടത്ത് അവിടെ തന്നെ കളത്തരുണ്ട്. ഇത് തെരഞ്ഞെടുത്തത് ഞങ്ങൾ വാർഡിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി മുതൽ പഞ്ചായത്ത് കമ്മിറ്റി വരെ സർക്കുലർ അനുസരിച്ച് ഈ വാർഡിലെ സാധാരണ പ്രവർത്തകരെയും വോട്ടർമാരെയും വിളിച്ച് മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകരെയും വിളിച്ച് കൺവെൻഷൻ നടത്തി. 100ഓളം ആളുകളുള്ള കൺവെൻഷൻ നടത്തിയിട്ട് അതിനൊരു സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളൊരാളെ പ്രത്യേകം പറഞ്ഞില്ല. അതിലൊരാൾ പറഞ്ഞു ഇങ്ങനെ അനീഫ വളശ്ശേരി ആയിക്കോട്ടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരാൾ നീച്ച് പിന്തുണച്ചു. അതെല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ആ മീറ്റിങ്ങിൽ വനിതാ ലീഗിൻ്റെ ജില്ലാ നേതാവ് ആസാദ് ഖാന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അതുപോലെ ഈ വാർഡിനെ 10 കൊല്ലം ഈ വാർഡിൽ മെമ്പറായി സജീവ പ്രവർത്തനം ലീഗിൻ്റെ നടത്തി. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഏറ്റവും നല്ല പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സാജിദ പങ്കെടുത്തു. അതുപോലെ ഈ വാർഡിൽ തന്നെ ഈ വണ്ടൂർ മണ്ഡലം പഞ്ചായത്ത് ലീഗിന് വണ്ടൂർ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റിക്കും വേണ്ടി ലീഗിന് ആ ഭൂമി സംഭാവന ചെയ്ത ഏലാടന എമ്മോട്ടിയാജിൻ്റെ മകൻ ഹുസൈൻ കാക്ക പങ്കെടുത്തു. ഹുസൈൻ കാക്കൻ്റെ മകനും പങ്കെടുത്തു. പിന്നെ അതുപോലെ തന്നെ നീലാംബ്ര മരക്കാര ഹജ്ജ് ഈ പഞ്ചായത്തിൽ ലീഗിനെയും ഈ വാർഡിൽ ലീഗിനെയും ഉറപ്പിച്ച് നിർത്തിയ ആൾക്കാരാണ്. അവർ കൊടുത്ത സ്ഥലത്താണ് ബിൽഡിംഗ് കയറ്റിയ ലീഗിന്. അതിൻ്റെ അയാളെ മകൻ ഹുസൈൻ നീലാംബറ അയാളുണ്ടായിരുന്നു. പോരാതെ ഒരുപാട് വയസ്സായ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാ രേഖകൾ കൊടുത്തിട്ടും വണ്ടൂരിലെ പ്രശ്നമില്ലാത്ത 2-3 വാർഡുണ്ടായിരുന്നു. ആ പ്രശ്നമില്ലാത്ത 2-3 വാർഡിൻ്റെ പിന്നെ ഈ ചാർട്ട് തങ്ങൾക്ക് സമർപ്പിച്ചാണ് ഇതിന് അനുമതി വാങ്ങിൻ്റെ കൂട്ടത്തിൽ ഈ സൈജൽ എടപ്പറ്റ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൈജൽ എടപ്പറ്റ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരെ അപമാനിക്കുക എന്നുള്ളതാണ് ശരിക്കും അതിന് പറഞ്ഞാലുണ്ടാകുക. അത് ഇതിലൂടെ കൊടുത്തു. ബഹുമാനപ്പെട്ട തങ്ങൾ ചോദിച്ചു ഇത് പ്രശ്നമുള്ള വാർഡാണല്ലോ, ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇവിടെ വന്നിക്കണല്ലോ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞത് തങ്ങളെ മുഖത്ത് നോക്കി പച്ച നുണ പറഞ്ഞാണ് ആ പ്രശ്നങ്ങൾ തീർത്തിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലീഗുകാരനാണല്ലോ, അപ്പം അങ്ങനെ കളവ് പറയില്ലല്ലോ എന്ന് വിചാരിച്ച് മൂപ്പര് ഒപ്പിട്ട് കൊടുത്തു എന്നല്ലാതെ ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചു എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജില്ലാ പ്രസിഡന്റ് അമീദ് മാഷ് MLA ഓർത്തൊക്കെ സമർപ്പിച്ചതാ. പക്ഷേ അവിടെയൊക്കെ ഈ അട്ടിമറി നടന്ന് അത് ചുരുക്കം ചില കോൺട്രാക്ടർമാർക്കും കുറച്ച് ശരിക്കും പറഞ്ഞാൽ ലീഗിന് വിറ്റു അവരെന്നുള്ളതാണ്. അത് വണ്ടൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ പ്രശ്നങ്ങളായി. ചെട്ടിയാറ അതുപോലെ കുറ്റിയിൽ ഇതൊക്കെ പ്രശ്നങ്ങളായി. പക്ഷേ ഇതിനെതിരെ ഞങ്ങൾ ചെയ്യണം എന്താ പറയുമോ, ഞങ്ങൾ ജനാധിപത്യ മാർഗം ഉപയോഗിക്കുക. ഞങ്ങൾ അത്രേ തീരുമാനിക്കുള്ളൂ. ജനാധിപത്യ രീതി ഉണ്ടല്ലോ. ഇതിനെതിരെ മറ്റുള്ള കമ്മിറ്റികളിലൊന്നും ഈ പരാതി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ജനാധിപത്യ രീതി ഞങ്ങൾ ഉപയോഗിക്കും. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ചാണ് വി അനീഫയെ വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. മറ്റൊരു വാർഡിൽ നിന്നുള്ള പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷൈജിൽ എടപ്പറ്റ അട്ടിമറി നടത്തിയാണ് സ്ഥാനാർത്ഥിയായതെന്നും വിമർശിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പറും വാർഡ് കൌൺസിലറുമായ നാസർ കെ ബാപ്പുട്ടി, വി അനീഫ, OK അനീസ് തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.